2011 ജൂലൈ 23 സ്ഥലം അലാസ്കയിലെ ഒരു വനമേഖല. അന്ന് ആ അലാസ്കൻ വനാന്തരങ്ങളിലൂടെ ആർത്തുല്ലസിച്ചുകൊണ്ട് പോവുകയായിരുന്നു 7 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. അവരുടെ പഠന കാലയളവ് ഇതിനോടകം അവസാനിക്കാറായിരുന്നു. അതിനുശേഷം ഈ 7 കൂട്ടുകാരും അവരവരുടെ ജീവിതവും തേടി പല വഴിക്ക് പോകും. വർഷങ്ങളായിട്ട് തുടർന്നു വന്ന സൗഹൃദം താൽക്കാലികമായിട്ട് അവസാനിക്കുവാനായിട്ട് ഇനി അധികം ദിവസമില്ല. അതുകൊണ്ട് അവസാനമായിട്ട് എല്ലാവരും ചേർന്ന് ഒരു ഉല്ലാസയാത്ര പോകുവാനായിട്ട് തീരുമാനിച്ചു. അലാസ്കൻ വനത്തിലുള്ള ഇന്നുവരെ പ്രത്യേകിച്ച് ആരും പേരിടാത്തതുമായ ഒരു അരുവിയിലാണ് അവരുടെ യാത്ര അവസാനം എത്തിയത്. ആഴം കുറഞ്ഞ അരുവിയിൽ നിന്നുകൊണ്ട് 7 കുട്ടികളും ആർത്തുല്ലസിച്ചു. വെള്ളം പരസ്പരം തെറിപ്പിച്ച് കളിച്ചു. അതിനിടയിൽ മീൻ പിടിക്കുവാനായിട്ട് കൈവശമുള്ള കൊതുകുവല ഉപയോഗിച്ച് ഒരു ശ്രമവും നടത്തി. പൊതുവെ ഈ സ്ഥലത്ത് മത്സ്യബന്ധനം അനുവദനീയമായിരുന്നില്ല. എങ്കിലും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അവരുടെ ഇൻസ്ട്രക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവരുടെ സുന്ദര നിമിഷങ്ങൾ ആസ്വദിക്കുവാനായിട്ട് എത്തിയവരാണിവർ. അതുകൊണ്ട് അല്പം നിയമലംഘനം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് അവരും തീരുമാനിച്ചു. പക്ഷെ അവിടെ അവരെ കാത്തിരുന്നത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അപകടമായിരുന്നു. ന്യൂയോർക്കിലെ ന്യൂ സിറ്റിയിൽ നിന്നും വന്ന 17 വയസ്സുള്ള ജോഷുവ ബെർഗ് ആയിരുന്നു ഈ ഗ്രൂപ്പിന്റെ നേതാവ്. കാരണം അവൻ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ഔട്ട്ഡോർ സ്പോർട്സ്മാനാണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റികളിലാണ് അവന് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ആ സംഘത്തിന് പറ്റിയ ഏറ്റവും മികച്ച നേതാവുമായിരുന്നു ജോഷുവ ബെർഗ്. ന്യൂ മെക്സിക്കോയിലെ ആൽബക്കർക്യൂവിൽ നിന്നുമുള്ള 16 വയസ്സുള്ള നോവ അലയർ ആയിരുന്നു രണ്ടാമൻ. 17-കാരനായ സാം ഗോഡ്സഗനെ കൂട്ടുകാർ വിളിക്കുന്നത് ഗോഡ്സി എന്നാണ്. ഡെൻവറിലാണ് അവൻ്റെ വീട്. നല്ല കഴിവുള്ളൊരു സ്നോ സ്കേറ്റർ ആയിരുന്നു ഗോഡ്സി. അതുപോലെ ന്യൂയോർക്ക് ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ യൂണിറ്റിലെ സന്നദ്ധ പ്രവർത്തകനാണ് നാലാമനും 17-കാരനുമായ സാം മെൽമാൻ. കാലിഫോർണിയയിലെ റിച്ച്മണ്ടിൽ നിന്നും വന്ന ബാസ്കറ്റ്ബോൾ കളിക്കാരനും കരുത്തനുമായിരുന്നു 18 വയസ്സുള്ള വിക്ടർ മാർട്ടിൻ. ന്യൂയോർക്കിലെ പിറ്റ്സ്ഫോർഡിൽ നിന്നും വന്ന 16 വയസ്സുള്ള ഷെയ്ൻ ഗാർലോക്ക് ആയിരുന്നു ആറാമൻ. നല്ലൊരു ഫോട്ടോഗ്രാഫറും മാരത്തൺ റണ്ണറുമായിരുന്നു ഷെയ്ൻ ഗാർലോക്ക്. 7-ാമത്തെ വിദ്യാർത്ഥി കണക്റ്റിക്കട്ടിലെ വെസ്റ്റ് ബോട്ടിൽ നിന്നും വന്ന 16 വയസ്സുകാരൻ സാം ബോവസ് ആണ്. നല്ലൊരു പാചകക്കാരൻ മാത്രമല്ല, എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ പെട്ടെന്ന് അതിന് പ്രതിവിധി ചെയ്യുവാനായിട്ട് അറിയാവുന്ന സർട്ടിഫൈഡ് എമർജൻസി മെഡിക്കൽ റെസ്പോണ്ടർ ആയിരുന്നു ഈ സാം ബോവസ്. ഈ 7 കുട്ടികളും നാഷണൽ ഔട്ട്ഡോർ ലീഡർഷിപ്പ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വേനൽക്കാല അവധിയും അതോടൊപ്പം പഠനവും ആഘോഷിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചവരായിരുന്നു അവർ. കഴിഞ്ഞ 24 ദിവസമായി വളരെ ദുർഘടം പിടിച്ച വെസ്റ്റേൺ ടാൽക്കീറ്റ്ന പർവ്വതനിരകളിൽ 3 ഇൻസ്ട്രക്ടർമാർക്കൊപ്പമാണ് അവർ ചെലവഴിച്ചത്. അവരിൽ നിന്നും പ്രാഥമിക ശുശ്രൂഷ ഉൾപ്പെടെ വനത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെ അതിജീവിക്കാം, അങ്ങനെ തുടങ്ങി നിരവധി അറിവുകൾ ഇവർ പഠിച്ചു. ഇനി പഠിച്ച അറിവുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന പ്രായോഗിക പാഠങ്ങളാണ് അവർ ചെയ്തു കാണിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഈ 7 കുട്ടികളെയും അലാസ്കയിലെ വിജനമായിട്ടുള്ളൊരു വനത്തിൽ അവർ ഇറക്കിവിടും. അവിടെ നിന്നും സ്വയം വഴി കണ്ടുപിടിച്ച് ജനവാസ മേഖലയിൽ എത്തണം. അതാണ് ഇവർക്കുള്ള ടാസ്ക്. വൈകാതെ ഇൻസ്ട്രക്ടർമാർ 7 പേരെയും ഒരു വനപ്രദേശത്ത് ഇറക്കിവിട്ടു. എന്നിട്ട് മടങ്ങിപ്പോയി. യാതൊരു പരിചയമില്ലാത്ത ആ പ്രദേശത്ത് അവരിപ്പോൾ ഒറ്റപ്പെട്ടു. ഇനി അതിജീവിക്കുവാനുള്ള ഏക മാർഗം അവർ ഇത്രയും ദിവസം പഠിച്ച അറിവുകൾ മാത്രമാണ്. 2011 ജൂലൈ 23 സമയം വൈകുന്നേരം 7:30. അവരിപ്പോൾ ഉള്ളത് ഏറ്റവും അടുത്തുള്ള പട്ടണമായ ടാൽക്കീറ്റ്നയിൽ നിന്നും 40 മൈൽ വടക്ക് കിഴക്കാണ്. അവിടെ എങ്ങും മനുഷ്യവാസത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. കൈവശമുള്ള മാപ്പിൽ നോക്കിയാണ് അവർ സഞ്ചരിക്കുന്നത്. അവധിക്കാല യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് അവരിപ്പോൾ ഉള്ളതും. അവർക്കിനി പോകേണ്ടതും അതുപോലെ കണ്ടെത്തേണ്ടതും 24 മൈൽ അകലെയുള്ള ഒരു റെയിൽവേ ട്രാക്കാണ്. അതിനെ പിന്തുടർന്ന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ആ റെയിൽവേ സ്റ്റേഷനിൽ അവരെ വനത്തിൽ ഇറക്കിവിട്ട ഇൻസ്ട്രക്ടർമാർ കാത്തു നിൽക്കും. പിന്നെ ഒരുമിച്ചവർ മടക്കയാത്ര ആരംഭിക്കും. എന്നാൽ ആ സ്റ്റേഷനിൽ എത്തേണ്ട വഴി ഈ വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. സ്റ്റേഷനിൽ എത്തും വരെ ഇവർക്ക് അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ ഇൻസ്ട്രക്ടർമാരുമായിട്ടോ അതുപോലെ പുറം ലോകവുമായിട്ടോ ഒരു തരത്തിലും ആശയവിനിമയം നടത്തുവാനായിട്ട് അനുവാദമില്ല. ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതാണ് സാഹചര്യം. ആ 7 കുട്ടികളും നിബിഡ വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് അവരുടെ ഇൻസ്ട്രക്ടർമാരിൽ ഒരാൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉപദേശം നൽകിയിരുന്നു. നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും ജീവനോടെ ഇങ്ങ് എത്തിയേക്കണം. ആരും മരിച്ചേക്കരുത്. ഇതായിരുന്നു അയാൾ തമാശ രൂപേണ പറഞ്ഞത്. പക്ഷെ അതൊരു അറം പറ്റിയ വാക്കായിരുന്നു. എന്നാൽ ആ കഥയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഡാർക്ക്, ഹൊറർ, മിസ്റ്ററി, ഹിസ്റ്ററി, ഹണ്ടിങ്, സോൾവ്ഡ് ആൻഡ് അൺസോൾവ്ഡ് ക്രൈം തുടങ്ങിയ വിഷയങ്ങൾ കേൾക്കുവാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കഥകൾ മാത്രമാണ്. അത്തരം കഥകൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ചാനലിൻ്റെ ഭാഗമാവുക. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കായിട്ടും കമൻറ്റുകളായിട്ടും നിർലോഭം നിങ്ങൾക്ക് മടുക്കുവോളം വാരി വിതറി എന്നെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ആവേശം മൂത്ത ഒരാൾ 2 ലൈക്ക് ചെയ്യരുത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. സിനിമാ നടി നാടക നടിയെ നോക്കും പോലെ
ഒരു ഇടത്തരം പുച്ഛത്തോടെയാണ് മറ്റുള്ള യൂട്യൂബേഴ്സ് എന്നെ നോക്കുന്നത്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ല എന്നാണ്. എനിക്കറിയാം ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയുടെ ലിങ്കും അതോടൊപ്പം ടെലഗ്രാമിൻ്റെ ലിങ്കും കീഴെ കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ കാണിക്കുവാൻ കഴിയാത്ത കഥകളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോസും ടെലഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുക. ഒപ്പം വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് കിട്ടും. നമുക്ക് ബാക്കി കഥയിലേക്ക് പോവാം. അരുവിയിലെ മീൻപിടുത്തം തീരുവാനായിട്ട് ഏകദേശം 1 മണിക്കൂർ എടുത്തു. അവരുടെ മീൻവേട്ട വലിയ വിജയമായിരുന്നു. ആവശ്യത്തിലധികം കഴിക്കുവാനുള്ള മീനും കിട്ടി. കൂടുതലും റെയിൻബോ ട്രൗട്ട് എന്ന് വിളിക്കുന്ന മത്സ്യമാണ്. അതും ചുമന്നുകൊണ്ട് അരുവിയിലെ തണുത്ത വെള്ളത്തിലൂടെ ഒരു വരിയായിട്ട് അവർ മുൻപോട്ട് നീങ്ങി. ആഴം കുറഞ്ഞ ഈ അരുവിയാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത്. കാരണം അരുവിയോട് ചേർന്നുള്ള ഇരുകരയിലും വളരെ സമൃദ്ധമായിട്ട് ആൽഡർ കുറ്റിച്ചെടികളും വില്ലോ ചെടികളും തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്നു. അതുകൊണ്ട് കരവഴിയുള്ള യാത്ര ഏതാണ്ട് അസാധ്യമാണ്. ജോഷുവ ബെർഗും സാൻ ഗോട്സഗനും നോവ അല്ലേറുമാണ് ഏറ്റവും മുൻപിൽ നടക്കുന്നത്. അരുവിയിലൂടെ സഞ്ചരിക്കുന്നത് കരയിൽ നടക്കുന്നതിനേക്കാളും എളുപ്പമാണെങ്കിലും കൂടുതൽ സമയം കളയും. കാരണം വളഞ്ഞു പൊളഞ്ഞാണ് അരുവി ഒഴുകുന്നത്. ചിലയിടത്തെത്തുമ്പോൾ അരുവി വളരെയേറെ ഇടുങ്ങും. അതുവഴി വളരെ പ്രയാസപ്പെട്ട് വേണം മുൻപോട്ട് പോകുവാനായിട്ട്. അതുകൊണ്ട് എങ്ങോട്ടാണ് തങ്ങളിപ്പോൾ പോകുന്നത് എന്ന് അവർക്ക് യാതൊരു ധാരണയും കിട്ടിയില്ല. ഏറ്റവും മുൻപിൽ നടക്കുന്ന ജോഷുവ ബെർഗ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു ഇടുങ്ങിയ വളവും ചുറ്റി മുൻപോട്ട് വന്നപ്പോൾ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അവൻ്റെ സിരകൾ മരവിച്ചു പോകുന്നൊരു കാഴ്ച. അതെ, അവൻ്റെ മുൻപിൽ വെറും 30 അടി മാത്രം അകലെയായിട്ട് വൈക്കോൽത്തൂർ പോലെ എന്തോ ഒന്ന് നിൽക്കുന്നു. പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് തൻ്റെ പിന്നിൽ വരുന്ന കൂട്ടുകാരോട് കരടി കരടി എന്ന് നിലവിളിക്കുവാൻ മാത്രമാണ് അവന് സമയം കിട്ടിയത്. അപ്പോഴേക്കും അപാര വലിപ്പമുള്ള ആ ഗ്രിസ്ലി കരടി അവർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. ജോഷുവയുടെ മുൻപിലെത്തിയ കരടി പിൻകാലുകളിൽ ആക്രമണ ത്വരയോടെ ഉയർന്നു നിന്നു. 7 അടി ഉയരവും 500 പൗണ്ട് തൂക്കവും വരുന്ന ആ ഭീകരൻ കൈകൾ വിടർത്തി ഭയാനകമായിട്ടുള്ളൊരു അലർച്ചയോടെ ബെർഗിൻ്റെ നേർക്ക് താഴ്ന്നു. ജോഷുവ ബെർഗിൻ്റെ തലയിലാണ് അതിൻ്റെ കൂർത്ത പല്ലുകൾ ആഴ്ന്നിറങ്ങിയത്. അവൻ്റെ തലയോട്ടി പൊട്ടുന്ന ഞെട്ടിക്കുന്ന ശബ്ദം ആ കൂട്ടുകാർ കേട്ടു. അവർ നിലവിളിച്ചുകൊണ്ട് നാനാ ദിക്കിലേക്കും ചിതറി ഓടി. ഗ്രിസ്ലി കരടിയുടെ ആക്രമണം യാത്രയ്ക്കിടയിൽ വെച്ചുണ്ടായാൽ രക്ഷപ്പെടുവാനായിട്ട് അനങ്ങാതെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണമെന്ന് അവർ മുൻപ് പഠിച്ചതാണ്. പക്ഷേ തൊട്ടു മുൻപിൽ അക്രമാസക്തനായ കരടിയെ കണ്ടപ്പോൾ കുട്ടികൾ വിറച്ചുപോയി. പഠിച്ച പാഠങ്ങളെല്ലാം അവർ മറന്നു. അവർ ഇന്നുവരെ കണ്ടിട്ടുള്ള ഏതൊരു കരടിയേക്കാളും വലിയ ഒന്നായിരുന്നു ഇത്. അത് അതിഭീകരമായിട്ട് അലറിക്കൊണ്ട് ഓരോ തവണയും കൈകാലുകൾ നിലത്തടിക്കുമ്പോൾ അവരുടെ കാൽക്കീഴിലുള്ള ഭൂമി വിറകൊണ്ടു. ഇവരുടെ കൈവശം കരടി സമീപിച്ചാൽ അതിനെ തുരത്തുവാനുള്ള ബിയർ റിപ്പല്ലൻ്റ് സ്പ്രേ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പുറത്തെടുക്കുവാനുള്ള സമയം പോലും അവർക്കത് കൊടുത്തില്ല. മാത്രവുമല്ല, ആ സമയത്ത് അങ്ങനെ ഒരു തോന്നലും അവർക്കുണ്ടായില്ല. അരുവിയുടെ വലതുവശത്ത് നല്ല ഉയരത്തിലുള്ളൊരു തിട്ടയുണ്ട്. ഇടതുവശത്താകട്ടെ അതിലും ഉയരത്തിലുള്ള തിട്ടയാണ്. കരടിയെ കണ്ടതോടെ ജോഷുവയെ മരണത്തിന് വിട്ടുകൊടുത്ത് സാം ഗോട്സഗനും വിക്ടർ മാർട്ടിനും ഒഴികെയുള്ള മറ്റ് 3 കുട്ടികളും വലതുവശത്തെ തിട്ടയെ വളരുന്ന കുറ്റിച്ചെടികളിലൂടെ അള്ളിപ്പിടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു വിധത്തിൽ വലിഞ്ഞു കയറി. 4ാമനായ നോവ അലയർ അരുവിയിലൂടെ വന്ന വഴിക്ക് തന്നെ തിരിച്ചോടി. ഇപ്പോൾ അരുവിയിൽ സ്തംഭിച്ചു നിൽക്കുന്ന ഇവരും അവരെ പോലെ രക്ഷപ്പെടുവാനായിട്ട് ഓടിയതാണ്. എന്നാൽ അതേസമയം ജോഷുവ ബെർഗിൻ്റെ മരണവേദനയോടെയുള്ള നിലവിളിയാണ് അവരെ പിന്തിരിപ്പിച്ചത്. തൻ്റെ സുഹൃത്തിനെ ഏതു വിധേനയും രക്ഷിക്കണമെന്ന് ഗോട്സഗൻ തീരുമാനിച്ചു. അതേസമയം ജോഷുവയുടെ ചോര ചീറ്റുന്ന തലയിൽ കരടി ഇപ്പോഴും കടിച്ചു പിടിച്ചു നിൽക്കുകയാണ്. 180 പൗണ്ട് ഭാരമുള്ള അവൻ്റെ ശരീരം ഒരു പതാക പോലെ നിസ്സാരമായിട്ട് അത് ആട്ടി ഒലിക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. അതിനുശേഷം അത് നീണ്ട നഖങ്ങൾ ഉപയോഗിച്ച് ജോഷുവയുടെ ഉടൽ മാന്തി കീറി. വിക്ടർ മാർട്ടിനും ഈ കാഴ്ച കണ്ടുകൊണ്ട് ഗോട്സഗന്റെ സമീപത്തായിട്ട് നിൽക്കുന്നുണ്ട്. ആ കരടി ജോഷുവയെ തിന്നുമോ? വിറച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഈ സമയം അരുവിയിലൂടെ പിന്തിരിഞ്ഞോടിയ നോവ അലയർ ഏകദേശം 30 അടി താഴെയായിട്ട് ഒരു പൊന്തക്കാട്ടിൽ വിറച്ചുകൊണ്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. ഷെയ്ൻ ഗാർലോക്കും സാം മെൽമാനും സാം ബോവസും ഇതിനോടകം തിട്ടയുടെ മുകളിൽ എത്തിയിരുന്നു. അതിനുശേഷം സമീപത്ത് കണ്ട വില്ലോ കുറ്റിച്ചെടികളുടെ അടിയിലേക്ക് അവർ നൂഴ്ന്നു കയറി. അവർ നിസ്സഹായരായിട്ട് നിലവിളിച്ചു. അല്ലാതെ അവർക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? ഗോട്സഗൻ ആകെ ധർമ്മസങ്കടത്തിലായി. എന്താണിപ്പോൾ ചെയ്യേണ്ടത്? ജീവന് വേണ്ടി മല്ലിടുന്ന തൻ്റെ ചങ്ങാതിയെ ആക്രമിക്കുന്ന കരടിയുടെ അടുത്തേക്ക് ഓടണമോ? അങ്ങനെ ചെയ്താൽ അത് ആത്മഹത്യാപരമായിരിക്കും. അല്ലെങ്കിൽ സ്വന്തം ജീവനും കയ്യിലെടുത്ത് മറ്റുള്ളവരെ പോലെ ഓടണമോ? ഇത്തരം ചിന്തകളായിരുന്നു അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. അവന് അധിക സമയം അങ്ങനെ ചിന്തിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും കരടി ഗോട്സഗനെ കണ്ടു. അടുത്ത നിമിഷം ജോഷുവയെ വിട്ടത് ഗോട്സഗന്റെ നേരെ പാഞ്ഞെടുത്തു. ഗ്രിസ്ലി കരടിയുടെ മൂക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപത്തിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇളം തവിട്ട് നിറത്തിലുള്ള രൂപം പാഞ്ഞെടുത്ത് കൈ വീശിയടിച്ചു.
ഗോഡ്സകന് ഏതാനും കാലടികൾ പിന്നോട്ട് വയ്ക്കുക മാത്രമേ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും അവൻ നിലത്തേക്ക് വീണുപോയി. നിലവിളിയോടെ ഉരുണ്ടു പിരണ്ട് മുട്ടുകുത്തി എഴുന്നേൽക്കുവാനായിട്ട് അവൻ ശ്രമിച്ചു. കരടി മുരണ്ടുകൊണ്ട് അവൻ്റെ തലയിൽ കടിക്കുവാനായിട്ട് ശ്രമിച്ചു. ഗോഡ്സകന് എങ്ങനെയോ പുറകോട്ട് വലിഞ്ഞു മാറി ചാടി എഴുന്നേറ്റ് കുറച്ച് ചുവടുകൾ കൂടി ഓടുവാനായി. പക്ഷെ അപ്പോഴേക്കും പിന്നാലെ എത്തിയ കരടി അവനെ അടിച്ച് നിലത്ത് വീഴ്ത്തി. എന്നിട്ട് കൈപ്പത്തിയിൽ കടിച്ചു. ഗോഡ്സകന്റെ കഴുത്തിലും നെഞ്ചിലും കയ്യിലും മുതുകത്തും അത് ആഞ്ഞു കടിച്ചു. തുടർന്ന് മുൻപാദം കൊണ്ട് അവൻ്റെ വാരിയെല്ലിൽ ആഞ്ഞടിച്ചു. ആ അടിയേറ്റ് ഗോഡ്സകന്റെ ശ്വാസകോശത്തിന് വരെ പരിക്ക് പറ്റി. ഇതിനിടയിൽ കൂടെ ഉണ്ടായിരുന്ന വിക്ടർ മാർട്ടിന് എങ്ങനെയോ ഓടി രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞു. അടുത്ത നിമിഷം കരടി അവിടെ നിന്നും അപ്രത്യക്ഷമായി. പരിസരമാകെ വലിയൊരു നിശബ്ദത വ്യാപിച്ചു. ജോഷുവ ബെർഗിന്റെ നിലവിളി ഇപ്പോൾ ഒരു ഞരക്കമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അല്പം താഴെ മാറി അരുവിയിൽ തന്നെ മറിഞ്ഞിരുന്ന നോവ അലയർ തിട്ടയുടെ മുകളിലേക്ക് എത്തി നോക്കി. അവിടെ അപ്പോൾ കരടി പോയെന്ന് മനസ്സിലാക്കിയ ഷെയ്ൻ ഗാർലോക്കും സാം ബോവസും സാം മെൽമാനും മുകളിൽ നിന്നും ചെടികളിൽ പിടിച്ച് താഴേക്ക് നിരങ്ങി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. താഴേക്ക് വരുന്നതിനിടെ സാം മെൽമാൻ പരിസരം മുഴുവനും ശ്രദ്ധാപൂർവം വീക്ഷിച്ചു. അതേസമയത്ത് അല്പം ദൂരെയായിട്ട് അരുവിയിൽ മറിഞ്ഞിരുന്ന നോവ അലയർ പുറത്തേക്ക് വന്ന് ഷെയ്ൻ ഗാർലോക്കിനോട് കരടി എവിടെയെന്ന് ആംഗ്യഭാഷയിൽ ചോദിച്ചു. അവൻ തനിക്കറിയില്ല എന്ന അർത്ഥത്തിൽ തോളുകൾ വെട്ടിച്ചു. അപ്പോൾ നോവ അലയർ വേഗം തന്നെ തൻ്റെ ബാക്ക് പാക്ക് ഊരി മാറ്റി. എന്നിട്ട് പരിക്കേറ്റവരെ സഹായിക്കുവാനായിട്ട് മുൻപോട്ട് ഓടി വന്നു. അതേ സമയത്ത് എവിടെ നിന്ന് എന്നറിയാതെ ആ കരടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. കൂട്ടുകാരെ സഹായിക്കുവാനായിട്ട് ഓടിയെടുത്ത നോവയുടെ മുൻപിലേക്കാണത് അലറിക്കൊണ്ട് ചാടി വീണത്. കരടിയുടെ മുൻപാദം കൊണ്ടുള്ള ആദ്യത്തെ അടിയിൽ തന്നെ അലയറിന്റെ ശിരോചർമ്മം തൂത്തുവാരിയെന്നോണം മുടിയടക്കം പറഞ്ഞുപോയി. അവൻ നിലത്തേക്ക് വീണു. ഭീകരമായിട്ട് അലറിക്കൊണ്ട ആ മൃഗം അവന്റെ കഷത്തിന്റെ ഭാഗത്ത് പല്ലുകൾ താഴ്ത്തി. എന്നിട്ട് നിലത്ത് നിന്നും 3 അടി ഉയരത്തിൽ കടിച്ചുയർത്തി എടുത്തിട്ട് കുടഞ്ഞു. അതിനുശേഷം അത് അവനെ നിലത്തേക്കിട്ട് പിൻകാലുകളിൽ അതിശയകരമാമിതം ഉയർന്നു. തന്റെ മുൻ കൈകൾ കൊണ്ട് താഴെ കിടക്കുന്ന അലയറിനെ അടിച്ചു കൊലപ്പെടുത്തുവാനായിരുന്നു അത് ശ്രമിച്ചത്. എന്നാൽ അവന്റെ ഭാഗ്യത്തിന് ആ സമയത്ത് കരടിയുടെ നോട്ടം തിട്ടയുടെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന സാം ബോവസിലും സാം മെൽമാനിലും ഷെയ്ൻ ഗാർലോക്കിലും പതിഞ്ഞു. അതോടെ ആ മൃഗം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അലയറിനെ ഉപേക്ഷിച്ച് അവർക്ക് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ കരടിക്കും തിട്ട വഴി പിടിച്ചിറങ്ങി വരുന്ന അവർക്കുമിടയിൽ വിറച്ചുകൊണ്ട് മറ്റൊരാൾ നിൽപ്പുണ്ടായിരുന്നു, വിക്ടർ മാർട്ടിൻ. പാഞ്ഞെടുത്ത കരടി സ്തംഭിച്ചു നിൽക്കുന്ന മാർട്ടിന്റെ ഇടത് കാൽമുട്ടിന് താഴെയായിട്ട് കടിച്ചു. എങ്കിലും അവന് എങ്ങനെയോ കാലുകൾ കുതറിച്ച് അതിന്റെ വായിൽ നിന്ന് കാല് വലിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞു. അതേ നിമിഷത്തിൽ ആ ജീവി ഒരു കുന്നിന്റെ മുകളിലേക്ക് പാഞ്ഞു പോവുകയും ചെയ്തു. അത് പോയെന്ന് മെൽമാൻ അലറി വിളിച്ചു. അതേ സമയത്ത് അവിടേക്ക് ഒരു ചാറ്റൽ മഴ കടന്നു വന്നു. മഴ ക്രമേണ ശക്തി പ്രാപിച്ചു. മാരകമായിട്ട് പരിക്കേറ്റെങ്കിലും ജോഷുവ ബെർഗിന് അപ്പോഴും ജീവനുണ്ടായിരുന്നു. അവൻ തൻ്റെ ബാക്ക് പാക്കിന് നേരെ കഷ്ടപ്പെട്ട് ഇഴഞ്ഞു നീങ്ങുവാനായിട്ട് ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ ബീക്കൺ എന്ന് പെരുപെറുത്തു. അവൻ്റെ ബാക്ക് പാക്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അപ്പോൾ ഉപയോഗിക്കുവാനുള്ളൊരു എമർജൻസി ലൊക്കേറ്റർ ഉണ്ടായിരുന്നു. ഇതൊരു ചെറിയ ഉപകരണമാണ്. ഇത് പ്രവർത്തിപ്പിച്ചാൽ അവരിപ്പോൾ ഉള്ള ലൊക്കേഷൻ GPS സിഗ്നൽ വഴി സാറ്റലൈറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അലാസ്ക റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്ററിനെ അറിയിക്കും. അവർക്ക് കുട്ടികൾ ഇപ്പോഴുള്ള സ്ഥലം വളരെ എളുപ്പത്തിൽ മനസ്സിലാവുകയും രക്ഷാപ്രവർത്തനം നടത്തുവാനും കഴിയും. അതേ സമയത്ത് പരിക്കേറ്റ് രക്തത്തിൽ കുതിർന്ന് അവശനായിട്ട് കിടന്ന സാം അലയർ എങ്ങനെയോ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ജോഷുവയുടെ അടുത്തേക്ക് ഓടിയെത്തി. ബീക്കൺ എടുക്ക്, ബെർഗ് അവനോട് പറഞ്ഞു. അപ്പോഴേക്കും മെൽമാനും ബോവസും നല്ല ഉയരമുള്ള ആ തിട്ടയിൽ നിന്നും താഴേക്ക് എത്തിയിരുന്നു. ബോവസ് ജോഷുവ ബെർഗിന്റെ തകർന്ന തല മടിയിൽ വെച്ച് നിനക്കൊന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ മറ്റൊരു തടസ്സം അവർ നേരിട്ടു. ഇവരാരും തന്നെ ഇതിനു മുൻപ് ഒരിക്കലും എമർജൻസി ബീക്കൺ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് ഒരു ധാരണയുമില്ലായിരുന്നു. ഇതിനോടകം അലയറിന്റെ രക്തം പുരണ്ട് അതിൽ ലാമിനേറ്റ് ചെയ്തു വെച്ചിരുന്ന നിർദ്ദേശങ്ങൾ അവ്യക്തമായിരുന്നു. അവർ ബീക്കണിൽ നിന്നും ചോര തുടച്ചു മാറ്റിയിട്ട് അതിൽ എഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ചു. ബീക്കണിൽ ഒരു ചുവന്ന പ്ലാസ്റ്റിക് പുൾടാപ്പ് ഉണ്ടായിരുന്നു. അത് ആദ്യം നീക്കം ചെയ്യണം. എന്നാൽ അത് നല്ല ബലത്തിലാണ് അതിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് ഊരിയെടുക്കുവാനായിട്ട് അവർക്ക് ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടി വന്നു. ഭാഗ്യത്തിന് ഗാർലോക്കിന്റെ കൈവശം ഒരു ലോക്ക് ബ്ലേഡ് കത്തി ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അതിസൂക്ഷ്മമായിട്ട് അവർ ആ പ്ലാസ്റ്റിക് ടാബ് മുറിച്ചു നീക്കി. ബീക്കണിന്റെ സ്ലൈഡുകൾ തുറന്നു. ഒരു ആന്റിന ഓട്ടോമാറ്റിക്കായിട്ട് നിവർന്നു വന്നു. ആരോ ഒരാൾ അതിന്റെ ഓൺ ബട്ടൺ അമർത്തി. ബീക്കണിന്റെ LED ഡിസ്പ്ലേ തെളിഞ്ഞു. അതിൽ നിന്നും ഒരു GPS കോർഡിനേറ്റ് ദൂരേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് ഗോഡ്സകൻ നിലത്ത് കിടന്ന് സഹായത്തിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഉടലിൽ പല സ്ഥലങ്ങളിലും ആഴത്തിൽ മുറിവുകളുണ്ട്. അലയർ ഗോഡ്സകന്റെ പരിക്കുകൾ പരിശോധിച്ചു. അപ്പോഴവൻ്റെ നെഞ്ചിൽ കണ്ട വലിയൊരു മുറിവ് കണ്ട് അവൻ ഞെട്ടിത്തരിച്ചുപോയി. കരടിയുടെ നഖം ഗോഡ്സകന്റെ വാരിയലുകൾക്കിടയിലൂടെ കടന്ന് നെഞ്ചും കൂടും തുറന്ന് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. അതവൻ്റെ ശ്വാസകോശം തകർത്തിരുന്നു. ഓരോ തവണയും ഗോഡ്സകൻ ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചിലെ ദ്വാരത്തിലൂടെയും വായു വലിച്ചെടുക്കുന്നുണ്ട്. ഒഴുകിയിറങ്ങുന്ന രക്തം ചങ്കിലെ ഭാഗത്തെ ദ്വാരത്തിന് മുകളിൽ വന്ന്
ഒരു കുമള പോലെ പൊട്ടി ചെറിയ ശബ്ദമുണ്ടാക്കുന്നു. ഗുരുതരമായിട്ടുള്ള ഈ മുറിവ് എത്രയും വേഗം ശരിയാക്കിയില്ലെങ്കിൽ ശ്വാസകോശം തകർന്ന് അവൻ മരിക്കുവാൻ വരെ സാധ്യതയുണ്ട്. അലയർ ഉടനടി ഒരു ഗാർബേജ് ബാഗ് കീറി മുറിച്ച് അതിലെ പ്ലാസ്റ്റിക് എടുത്ത് അവൻ്റെ നെഞ്ചിനെ ചുറ്റി. എന്നിട്ട് ആ മുറിവിന് മുകളിലൂടെ വായു കിടക്കാതെ സീൽ ചെയ്തു. തുടർന്ന് ഒരു ഇലാസ്റ്റിക് ബാൻഡേജ് ഉപയോഗിച്ച് നന്നായിട്ട് ആ മുറിവ് ഡ്രസ് ചെയ്തു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിലെ വായുമർദ്ദത്തിന് വലിയ വ്യത്യാസം വരികയും അതവൻ്റെ മരണ കാരണമാവുകയും ചെയ്യും. സാം ബോവസ് അപ്പോഴും ജോഷുവ ബെർഗിൻ്റെ തല മടിയിൽ പിടിച്ചിരുന്നു. ബെർഗിൻ്റെ തലച്ചോറിനോ സുഷുപ്ന നാഡിക്കോ പരിക്കുകൾ പറ്റാതിരിക്കുവാനായിട്ട് തലയും പുറവും ഒരുപോലെ നിവർത്തി വയ്ക്കുവാനായിട്ട് അയാൾ പാടുപെട്ട് ശ്രമിച്ചു. കരടി ജോഷുവ ബെർഗിനെ പരിപൂർണമായിട്ടും തകർത്ത് കളഞ്ഞിരുന്നു. ക്രമേണ അവൻ്റെ കാലുകൾ മരയ്ക്കുവാൻ തുടങ്ങി. ജോഷുവയുടെ തലയോട് വിണ്ടു പിളർന്നിരുന്നു. തലയിലെ മാംസം മുഴുവനും കീറിപ്പറിഞ്ഞ് അവനെ തിരിച്ചറിയുവാനായിട്ട് കഴിയാത്ത ഒരു നിലയിൽ എത്തിച്ചിരുന്നു. ജോഷുവയുടെ ഉടലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ തൻ്റെ ക്യാമറ എടുക്കുവാനായിട്ട് ബെർഗ കൂട്ടുകാരനോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ ആവശ്യം എന്താണെന്ന് മെൽമാൻ ചോദിച്ചു. എനിക്കൊരു വീഡിയോ പിടിക്കണമെന്ന് അവൻ പറഞ്ഞു. മെൽമാൻ വേഗം ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യുവാനായിട്ട് തുടങ്ങി. ജോഷുവ ബെർഗ ക്യാമറയെ നോക്കി തൻ്റെ വികൃതമായ മുഖവുമായിട്ട് തൻ്റെ അവസാനത്തേതും ഹൃദയഭേദകവുമായിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുവാൻ തുടങ്ങി. അവൻ കണ്ണുനീർ വാർത്തുകൊണ്ട് തൻ്റെ കുടുംബത്തിനോടും കൂട്ടുകാരോടും അങ്ങനെ തുടങ്ങി എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞു. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. എനിക്കിനി നിങ്ങളോടൊപ്പം കൂട്ടുകൂടുവാനായിട്ട് കഴിയില്ല. നിങ്ങളെ കാണുവാനും കഴിയില്ല. ഞാൻ പോവുകയാണ്, അവൻ പറഞ്ഞു. ഇത് കേട്ടു നിന്ന മറ്റുള്ളവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വീഡിയോ റെക്കോർഡ് ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ സാം മെൽമാനും ജോഷുവയും ചേർന്ന് ഷെമാ ഇസ്രയേൽ എന്ന പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങി. ഇത് ഒരു വ്യക്തിയുടെ അവസാന വാക്കുകൾ എന്ന നിലയിൽ ആലപിക്കുന്ന ഒരു യഹൂദ പ്രാർത്ഥനയാണ്. അതേ സമയത്ത് ഷെയ്ൻ ഗാർലോക്ക് തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് 4 പേർക്ക് മഴ നനയാതിരിക്കുവാനുള്ളൊരു ടെൻറ്റ് നിർമ്മിച്ചു. എന്നിട്ട് ഗോഡ്സഗനെയും ബെർഗിനെയും ആ ടെൻറ്റിൻ്റെ അകത്തേക്ക് ചുമന്ന് എത്തിച്ചു. 7 കുട്ടികളും ആ ചെറിയ കൂടാരത്തിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കയറി. പരിക്ക് പറ്റാത്ത മറ്റു കുട്ടികൾ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ ഭൂരിഭാഗവും ഊരിയെടുത്ത് അവരെ പുതപ്പിച്ചു. ഗോഡ്സഗന്റെ ബെർഗിന്റെ ശരീരത്തിലെ ചൂട് നിലനിർത്തുവാൻ അതിന് കഴിഞ്ഞു. കൂടുതൽ പരിക്കേറ്റ ജോഷുവ ബെർഗിനെ സ്ലീപ്പിംഗ് ബാഗിൽ കയറ്റി. അലയർ തൻ്റെ കീറിപ്പൊളിഞ്ഞ ശിരോചർമ്മം മുറിച്ചു മാറ്റുന്ന പണി താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. എന്നിട്ട് അവരുടെ കൂടെ കൂടി. അലാസ്കൻ വനത്തിലെ ഏതോ ഒരു മൂലയിൽ താൽക്കാലികമായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ആ ടെൻറ്റ് ഒരു ഫീൽഡ് ഹോസ്പിറ്റലായിട്ട് മാറുകയാണ്. അവർ ഓരോരുത്തരും ബെർഗിൻ്റെ ജീവൻ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി. ബെർഗ തല ചലിപ്പിക്കാതിരിക്കുവാനായിട്ട് ബോവസ് മുഴുവൻ സമയവും അത് പിടിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഗാർലോക്കും മാർട്ടിനും ഗോഡ്സിയുടെ നെഞ്ചിലെ പ്രഷർ നിലനിർത്തുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടു. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ അവന് പൾസ് കിട്ടിത്തുടങ്ങി. ജോഷുവ ബെർഗിൻ്റെ ശരീരത്തിന് ചൂട് കൊടുക്കുവാനായിട്ട് ബെർഗും ഗോഡ്സിയും അവനോട് ചേർന്ന് കിടന്നു. എല്ലാവരും അവരവരുടെ വാട്ടർ ബോട്ടിലുകൾ എടുത്ത് അതിൽ മൂത്രമൊഴിച്ചു. എന്നിട്ട് അതെടുത്ത് ഗോഡ്സഗൻ്റെയും ബെർഗിൻ്റെ സ്ലീപ്പിംഗ് ബാഗുകളിൽ ചേർത്ത് വെച്ചു. പെട്ടെന്ന് അലയർ ഗോഡ്സിക്ക് ഇപ്പോൾ പൾസ് കിട്ടുന്നില്ല എന്ന് പരിഭ്രമത്തോടെ പറഞ്ഞു. അവൻ്റെ കയ്യിൽ പിടിച്ച് റേഡിയൽ പൾസ് നോക്കുവാനായിട്ട് ബോവസ് അവനോട് പറഞ്ഞു. അങ്ങനെ ചെയ്ത ശേഷവും തനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ശരി, ബ്രാക്കിയൽ പൾസ് ഒന്ന് നോക്കൂ എന്ന് മെൽമാൻ പറഞ്ഞു. മുട്ടുകയുടെ ഭാഗത്ത് വിരലുകൾ വെച്ചുകൊണ്ട് അലയർ അതും നോക്കി. പക്ഷേ പൾസ് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം അലയർ ഗോഡ്സിയുടെ തുടയിടുക്കിൽ കൈവച്ച് ഫെമോറൽ പൾസ് നോക്കി. ഭയപ്പെടുത്തുന്ന ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം അവൻ പറഞ്ഞു, ഓക്കെ, പൾസ് കിട്ടുന്നുണ്ട്. ടെൻറ്റിൻ്റെ ഉള്ളിലെ എല്ലാവരും ആശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ടു. ആ നശിച്ച ഹെലികോപ്റ്റർ എവിടെയാണ്? ഗോഡ്സഗൻ മന്ത്രിച്ചു. അതിശയകരമെന്ന് പറയാം, അവൻ്റെ നെഞ്ചിലേറ്റ മാരകമായ മുറിവിൻ്റെ വേദന അവൻ ഇതുവരെയും തോന്നിയിരുന്നില്ല. മറിച്ച് അവൻ്റെ വലതു കൈയിലെ മോതിരവിരൽ മാത്രം നരകം പോലെ വേദനിച്ചു. കാരണം ആ കരടി അവൻ്റെ മോതിരവിരൽ പരിപൂർണമായിട്ടും കടിച്ചു പറിച്ചെടുത്തിരുന്നു. അവർ വരുന്നുണ്ട്, പെട്ടെന്ന് ബോവസ് വിളിച്ചു പറഞ്ഞു. ദൂരെ നിന്നും വരുന്ന ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം എല്ലാവരും കേട്ടു. സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ പരിക്കേൽക്കാത്ത കുട്ടികൾ വേഗം ടെൻറ്റിൻ്റെ പുറത്തേക്ക് ഓടി. മഴ ടെൻറ്റിൻ്റെ മേൽക്കൂരയിൽ അതിശക്തമായിട്ട് പതിക്കുന്നുണ്ട്. സമയം കടന്നു പോകുന്നു. അന്തരീക്ഷത്തിലെ താപനില താഴ്ന്നു തുടങ്ങി. എല്ലാവരും വിറയ്ക്കുവാൻ തുടങ്ങി. ബീക്കണിൻ്റെ ചെറിയ പ്രകാശത്തിൽ ചോര പുരണ്ട ടെൻറ്റിൻ്റെ ഭിത്തിയും തളം കെട്ടിയ ചോരയുള്ള നിലവും ഒരു അറവുശാലയുടെ പരിവേഷമാണ് അവിടെ നൽകിയത്. അപ്പോഴേക്കും ഗ്രിസ്ലി കരടിയുടെ ആക്രമണം നടന്ന് 5 മണിക്കൂറിലധികം കഴിഞ്ഞിരുന്നു. രാത്രി 2 മണിയോടെ ഒരു ഫ്ലഡ് ലൈറ്റിൻ്റെ പ്രകാശം അവരുടെ കൂടാരത്തിലടിച്ചു. ടെൻറ്റിൻ്റെ പാളികൾ ഹെലികോപ്റ്ററിൻ്റെ പങ്കയുടെ കറക്കത്തിൽ ആടി ഉലഞ്ഞു. ഒരു ഹെലോ 1 എ സ്റ്റാർ ഹെലികോപ്റ്റർ അവരിൽ നിന്നും 30 വാര അകലെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ ലാൻഡ് ചെയ്തു. അതിൽ നിന്നും ഒരു അലാസ്ക സ്റ്റേറ്റ് ട്രൂപ്പർ താഴേക്കിറങ്ങി. എന്നിട്ട് അവരുടെ നേരെ ഓടി വന്നു. മൈക്കൽ ഷെല്ലി എന്ന ന്യൂസിലൻഡുകാരനായിരുന്നു ആ ട്രൂപ്പർ. അയാൾ സാഹചര്യം മൊത്തത്തിൽ വിലയിരുത്തി. അവരിപ്പോൾ വന്ന ചെറിയ ഹെലികോപ്റ്ററിൽ എല്ലാവർക്കും മതിയായിട്ടുള്ള ഇടമില്ല എന്ന് മനസ്സിലായി.
ഗുരുതരമായിട്ട് പരിക്കേറ്റ ഗോഡ്സകനെയും ജോഷുവ ബെർഗിനെയും കൊണ്ടുപോകുവാനായിട്ട് പറ്റിയ സജ്ജീകരണങ്ങൾ ഈ കോപ്റ്ററിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു കുട്ടികളായ ഗാർലോക്കിനോടും അത്ര ഗുരുതരമല്ലാത്ത പരുക്ക് പറ്റിയ അലയറിനോടും മാർട്ടിനോടും പൈലറ്റിനൊപ്പം പോകുവാനായിട്ട് ഷെല്ലി പറഞ്ഞു. മൈക്കൽ ഷെല്ലി വൈദ്യസഹായം ഉൾപ്പെടുന്ന അടുത്ത ഹെലികോപ്റ്റർ വരും വരെ അവിടെ കാത്തിരിക്കുവാനായിട്ട് തീരുമാനിച്ചു. സാം ബോവസും അയാൾക്ക് കൂട്ടായിട്ട് അവിടെ നിന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം മറ്റുള്ളവർ സുഹൃത്തുക്കളോട് കണ്ണുനീരിൽ കുതിർന്ന യാത്രയയപ്പ് പറഞ്ഞു. പിന്നെ കോപ്റ്ററിൽ കയറി പുറപ്പെട്ടു. അപ്പോഴേക്കും അവരുടെ അഗ്നി പരീക്ഷ ആരംഭിച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കോപ്റ്റർ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അലാസ്കൻ എയർ നാഷണൽ ഗാർഡായ മിസ്റ്റർ സിക്കോർസ്കി തൻ്റെ HH-60 പേവ്ഹോക്ക് ഹെലികോപ്റ്റർ ടെന്റിനടുത്തുള്ള ലാൻഡിങ്ങിലേക്ക് ഒരു ഇടിമുഴക്കം പോലെ താഴ്ത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ഹെൽമെറ്റ് ധരിച്ച ഏറ്റവും പ്രാഗൽഭ്യമുള്ള പാരാ റെസ്ക്യൂ ടീം അംഗങ്ങൾ ആ ടെന്റിന്റെ ഉള്ളിലേക്ക് കുതിച്ചു വന്നു. അവർ ദ്രുതഗതിയിൽ ജോഷുവ ബെർഗിനെയും ഗോഡ്സകനെയും വളരെ ശ്രദ്ധയോടെ ഓറഞ്ച് നിറമുള്ള ഒരു സൂപ്പർ ഇൻസുലേറ്റഡ് റെസ്ക്യൂ ബാഗുകൾക്കുള്ളിലേക്ക് കയറ്റി. ഒരു ക്രൂമാൻ സാം ബോവാസിനെ ടെന്റിൽ നിന്ന് ഹെലികോപ്റ്ററിലേക്ക് നയിച്ചു. താമസിയാതെ എല്ലാവരും കോപ്റ്ററിൽ കയറി. പിന്നെ ഒരു ഇടിമുഴക്കത്തോടെ ആ ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർന്നു. എന്നിട്ടൊരു നേർരേഖയിൽ മുൻപോട്ട് പോയി. അതേ സമയത്ത് ജീവിതകാലത്തും മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ നൽകിയ ആ ടെന്റിനെ അവസാനമായിട്ട് ബോവസ് ഒരിക്കൽ കൂടി നോക്കി. ഏതാനും ആഴ്ചകളായി തങ്ങൾ കാൽനടയായിട്ട് തരണം ചെയ്ത പർവ്വത നിരകൾക്ക് മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നകലുകയാണ്. അവരുടെ താൽക്കാലിക ക്യാമ്പ് സൈറ്റ് ഇനി ഒരിക്കലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം വിശാലമായിട്ടുള്ള അലാസ്കൻ വനത്തിലെ ഒരു അജ്ഞാതമായിട്ടുള്ള അരുവിയുടെ ഇടുങ്ങിയ വളവിൽ ഒരു പൊട്ടുപോലെ കാണപ്പെട്ടു. വീണ്ടും ഒരിക്കൽ കൂടി അവിടേക്ക് പോകുന്ന കാര്യം അവർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. അവരെ ആക്രമിച്ച ആ കരടിയെ ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല. അത് ഇവരെ ആക്രമിച്ചതിൻ്റെ കാരണം പോലും ഒരു സമസ്യയാണ്. ഒരു പക്ഷേ ആക്രമണമുണ്ടായ ആ ഭാഗത്ത് അതിൻ്റെ കുഞ്ഞുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കണം അത് ഇവരെ ആക്രമിച്ചത്. ആ ഒരു നിഗമനത്തിൽ എത്തുവാൻ മാത്രമേ കഴിയൂ. സാധാരണഗതിയിൽ 4ൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിനെ ഒരു കരടിയും ആക്രമിക്കാറില്ല. ഇപ്പോൾ സംഭവിച്ചതാകട്ടെ കേട്ടുകേൾവിയില്ലാത്ത ഒന്നായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടുവെങ്കിലും കൃത്യസമയത്തെ ചികിത്സ കിട്ടിയതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. വിക്ടർ മാർട്ടിന്റെ കാലിൽ കരടി കടിച്ചതേയുള്ളൂ. അവന് വേഗം തന്നെ സുഖമായിട്ട് ആശുപത്രി വിടുവാനായിട്ട് കഴിഞ്ഞു. സാം ഗോഡ്സകന്റെ വാരിയെല്ലുകൾ തകർന്നിരുന്നു. അവന്റെ നെഞ്ചിൽ 3 പരിക്ക് പറ്റിയിരുന്നു. 8 ദിവസത്തോളമാണ് അവൻ ആശുപത്രി കിടന്നത്. പൂർണ്ണമായിട്ടും സുഖം പ്രാപിക്കുകയും ചെയ്തു. ശൈത്യകാലത്ത് സ്നോ ബോർഡിങ്ങിന് അവൻ ഇപ്പോഴും പോകാറുണ്ട്. ജോഷുവ ബെർഗിന്റെ കാര്യമെടുത്താൽ അവന്റെ തലയോട്ടിയിൽ ശസ്ത്രക്രിയാ വിദഗ്ധർ 8 മണിക്കൂറാണ് ജോലി ചെയ്തത്. ഒടുവിൽ ടൈറ്റാനിയം പ്ലേറ്റ് വെച്ച് തകർന്നുപോയ അസ്ഥികൾ ഗ്രാഫ്റ്റ് ചെയ്തു. ജോഷുവ ബെർഗിന് 20 ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. വൈകാതെ അവനും ആരോഗ്യവാനായി. പക്ഷെ അവൻ്റെ രൂപത്തിന് ഇതിനോടകം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. മായാത്ത അനേകം വടുക്കൾ ശരീരത്തിൽ അവശേഷിച്ചു. നോവ അലേറിന്റെ ശിരോചർമ്മം ശസ്ത്രക്രിയ ചെയ്ത് വിജയകരമായിട്ട് പുനഃസ്ഥാപിച്ചു. കരടിയുടെ പല്ല് അവൻ്റെ ശ്വാസകോശങ്ങളിൽ ഒന്നിനെ പഞ്ചറാക്കിയിരുന്നു. എങ്കിലും സുഖപ്പെട്ടു. 20 വയസ്സിൽ താഴെയായിരുന്നു ഈ ദുരന്തമുണ്ടായപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രായം. ആരും തകർന്നു പോകുന്ന ആ സന്ദർഭത്തിൽ അതിജീവിക്കുവാനായിട്ട് നേടിയെടുത്ത അറിവുകളും എന്തു വില കൊടുത്തിട്ടാണെങ്കിലും സുഹൃത്തുക്കളെ രക്ഷിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യവും ഉള്ളതുകൊണ്ടാണ് അവർ എല്ലാവരും അന്ന് രക്ഷപ്പെട്ടത്. ഇതൊരു അതിജീവനത്തിൻ്റെ കഥ മാത്രമല്ല, ഒരിക്കലും മുറിയാത്ത സൗഹൃദത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കഥ കൂടിയാണ്. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.